ഹലോ ഗായ്സ്, ഞങ്ങൾ ഫാമിലി ആയിട്ട് പുറത്തു പോയിട്ട് വന്നപ്പോഴത്തേന് നാട്ടിലെ അവസ്ഥയൊക്കെ മനസ്സിലായി. ആദ്യമേ വന്നപ്പോഴേ റോസയുടെ അടുത്താണ് പോയത്. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് കുറേ റോസ വാങ്ങിച്ചു വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതൊക്കെ ആകെ ഒരു പരുവായിരിക്കായിരുന്നു. റോസയുടെ പൂ വന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ എൻ്റെ ബാക്കിയുള്ള ചെടികളുടെ അടുത്തൊക്കെ പോയി നോക്കിയപ്പോൾ ചട്ടിക്കകത്തൊക്കെ ഫുള്ള് വെള്ളം തങ്ങി നിൽക്കുകയാണ് കേട്ടോ. മഴയാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ കാരണം ചട്ടിക്കകത്തെല്ലാം തേങ്ങി നിൽക്കുകയാണ് വെള്ളം. അപ്പോൾ കുറേ ഇലകളും കുറേ പൂക്കളൊക്കെ ഇങ്ങനെ അഴുകി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. പിന്നെ എൻ്റെ മണി പ്ലാന്റ് നോക്കിയപ്പോൾ മണി പ്ലാന്റ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ വളർന്ന് നിൽപ്പുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എൻ്റെ ഈ ചെടിയും പോയിട്ടുണ്ടായിരുന്നു, ഒരു അഴുകിയ അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒന്ന് എല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടൊന്ന് വൃത്തിയാക്കി ഒന്ന് സെറ്റാക്കി വെക്കാണ് കേട്ടോ. ചെറിയൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴാണ് ഇതുപോലത്തെ ഒരു അവസ്ഥ വന്നത്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ പൂർവാധികം ശക്തിയോടെ തന്നെ തിരിച്ചു വരും കേട്ടോ. എൻ്റെ ഈ ചെടിയും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ അഴുകിയ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കരിയിലൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ ഞാനൊന്ന് സെറ്റാക്കി കൊടുത്തൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗാർഡൻ ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ആദ്യം കുറേ ഇല ടൈപ്പ് പ്ലാന്റ്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പൂവുള്ള ചെടികളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ചെടിയിൽ നാമ്പ് വന്നിട്ടുണ്ടായിരുന്നു, പുതിയൊരു ഇല കിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കിളിച്ച് വരും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ഇരിക്കുകയാണ്. പിന്നെ എൻ്റെ ഈ ചെടി അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാതെയാണ് ഇരുന്നത്. ഇതിനകത്തും കുറേ കേട് വന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. ഈ ചെടിയിലും പുതിയൊരു ഇലയൊക്കെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു സെക്ഷൻ ഓഫ് ചെടികളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. പിന്നെ ഞാൻ എൻ്റെ മണി പ്ലാന്റ് സെക്ഷനിലേക്ക് കടന്നിട്ടോ. ഇതൊരു വൈറ്റ് ഗ്രീൻ കളറുള്ള ഒരു മണി പ്ലാന്റ് ആണ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മണി പ്ലാന്റ് ആണ്. പിന്നെ ഇതൊരു യെല്ലോയിഷ് വിത്ത് ഗ്രീൻ കളറാണ്. ഇത് നന്നായിട്ട് കിളിച്ച് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ലാതെ കിളിച്ച് വരുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേറൊരു മണി പ്ലാന്റ് ഉണ്ട്, ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടതാണ്. ഒരു സൈഡ് വൈറ്റും ഒരു സൈഡ് ഗ്രീനും. ഇതും നന്നായിട്ട് കിളിച്ച് നിൽപ്പുണ്ടായിരുന്നു. എനിക്ക് ഈ പോട്ട് ഭയങ്കര ഫേവററ്റ് ആണ് കേട്ടോ. ഞാൻ കുറച്ച് ചെടിയൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ടോ ഇൻഡോറായിട്ട് വെക്കാൻ. അപ്പം ഞാൻ ഇത് ഇൻഡോറായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറേ ചെടികളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, പോട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്ന് റീപോർട്ട് ചെയ്യണം. വരുന്ന വീഡിയോയിൽ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.